ഗൈസ് തിരിച്ച് റൂമെത്തി. ഇതാ ഇവരൊക്കെ ഇവിടെ എന്താണെന്ന് അറിയാണ്ട് ഇത്ര നേരം ഇരിക്കുകയായിരുന്നു. ചിങ്കടു ജലീലിൻ്റെ ഫുഡ് പഠിക്കാൻ പോയില്ലേ? ഫുഡ് പഠിക്കാൻ പോയിട്ടാ അവിടെ ഒരാൾക്ക് PV ചെക്ക് ചെയ്തതിന് ശേഷം മൂഡ് ഓഫ് ആയി. മൊത്തത്തിൽ ഒരു പെയിനും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആണോന്ന് അറിയില്ലല്ലോ. PV ചെക്ക് ചെയ്തതിന് തോന്നുന്നുണ്ട്. അത് ചിങ്ടുവിൻ്റെ അതേ സെയിമാണ്. ചിങ്ടുവിൻ്റെ സമയത്ത് ഇതേപോലെ വേദന വരിക, മേലെ വരും. അല്ല, അവിടെ നിന്ന് വേദന ഉണ്ടാവില്ല, മേലേക്ക് വരുന്ന സമയത്ത് പെയിന് വരും. ഇവിടെ വന്ന സമയത്ത് പെയിൻ ഉണ്ട്. വേദനിക്കണം. അതേപോലെ അന്ന് ഡോക്ടർ പറഞ്ഞാണ് മേലെ കയറി കൂടാതെ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ 9:30 ഒന്നുകൂടെ CT ചെക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ CT നിർബന്ധമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് ജെല്ലി എന്തോ പറഞ്ഞല്ലോ അവൻ പറഞ്ഞപ്പോൾ എന്തായാലും ഇതാ ഇവിടെ ഒരാളുടെ ഇനി മുഖമൊക്കെ കഥം ഹോഗയാ. കുറച്ച് റെസ്റ്റ് എടുക്കാൻ എനിക്കില്ലെന്നാ ചിങ്കുടിന് കുറച്ച് ബെറ്റർ ആയി തോന്നിട്ടാ. ഇത് എന്നെ ഒരുപാടിട്ട് പഠിപ്പിക്കുന്നു. അത് ദിവസം എടുത്താലും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് നേരം കൊണ്ട് ഞാൻ ഫുള്ളൊക്കെ ഇട്ടു. PV ചെക്ക് ചെയ്തിട്ടൊന്നും മാറ്റമൊന്നും അധികം ഇല്ലല്ലോ. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതിന് മുന്നേ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. മറ്റേ വാക്ക് ചെയ്തിട്ട് വന്നില്ലേ, അപ്പോൾ നല്ല റിലാക്സ് ആയി. ഇപ്പോൾ എന്താണ് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ നോക്കിയ സമയത്ത് ആ ജെല്ലി വെച്ചതിന് ഇനി കുറച്ച് ഇറിറ്റേഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ വെച്ച് ഉറങ്ങാൻ നോക്കിയോ. എങ്ങനെ ഉറങ്ങണടാ, വേദനിക്കണു. ഏത് പെയിനാണെന്ന് അറിയണ്ടല്ല അല്ലേ? PV ചെക്ക് ചെയ്തതിൻ്റെ പെയിന് മറ്റേതാ അറിയണില്ല ബേബി, രണ്ടും ഒരേപോലെ തന്നെ. പറഞ്ഞു ഫസ്റ്റൊക്കെ തന്നെ ചെയ്യുന്നു. വേദന വന്ന എന്റെ നീ വയലന്റ് ആണ്. പിന്നെ വേദനിക്കുന്ന ആളുടെ അടുത്ത് വേദനയുണ്ടോ ചോദിച്ചാ അതല്ലടാ. ഇപ്പൊ അവര് എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയണ്ട, അവിടെ നിന്ന് വിളിക്കും ഒരു വേദന വന്നാ ചോദിച്ചിട്ട്. അപ്പൊ എന്ത് വേദന ഞാൻ പറയാം. വേദന ഉണ്ട്, എന്താന്ന് അറിയില്ല പറഞ്ഞ. ഓക്കെ ചിങ്കുവാ ചന്തവിടാണ്. ചിങ്ങടോ ചിങ്ങടോ ചിങ്ങടൂറ്റാ കുട്ടിക്ക് ആണ് കുഞ്ഞാവാണോ പെണ്ണ് കുഞ്ഞാവാണോ? ചിങ്ങടോ കൺമശീടാണ് കവള. വ്ളോഗ് എടുക്കണമെന്ന് അറിയാം. എവിടെ പോയോ പറയ്, എവിടെ പോയി? ലിപ്സ്റ്റിക്ക് പോയാൽ നോക്കാൻ വേണ്ടി പോയതാ. എന്ത് ഇപ്രാവശ്യം അത് പറഞ്ഞ പോലെ തന്നെ അത് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വേദന ഉണ്ടെങ്കിലോ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് കളിയില്ല. ചീർപ്പത് അവിടെ ഉണ്ട്. നല്ല പെയിന് വരുന്നതെന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് കൊണ്ട് വന്നാൽ ഇവിടുത്തെ പെയിന് കുറയുക. ഇതാണ് സംഭവം. പക്ഷെ ഇല്ല, അത്യാവശ്യം ഇതുണ്ടാ മുന്നത്തെ വെച്ചിട്ട് കുറച്ച് ബെറ്ററാണ് പെയിനും കാര്യങ്ങളും. പക്ഷെ ചെറിയ പെയിന് പറ്റി അത് ഒഴിവാക്കണമല്ലോ. മാക്സിമം നല്ല പെയിൻ വരും. ഇപ്പോൾ 18 വരെയൊക്കെ പോയിട്ടാ. 80 വരെ നല്ല കയറണം. എന്താ ഗൈസ്, ഞങ്ങൾ 9:20 എന്തോ വന്നു. ഇപ്പോൾ 9:50 അന്നേരം CTC നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 ഇതിലേക്ക് നിൽക്കണം. ഇനി നല്ലൊന്ന് കയറണം. നോക്കാം 12 മണിക്കല്ലേ ഗൈസ്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് ഒരു കുട്ടിനെയും പിടിച്ചു. റൂമിൽ പോയിട്ട് ബോളിലുള്ള എക്സസൈസ് കുറച്ച് ചെയ്യാൻ പറഞ്ഞു. എടുത്ത് ടയർഡ് ഫേസിൽ തന്നെ അറിയുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഫുള്ള് ചെയ്യുമ്പോൾ കുറച്ച് എൻജോയ് ചെയ്തിരുന്നു. ഗൈസ് ഇവിടെ മൊത്തം മേലെത്തിട്ട് ഇനി എടുക്കുകയാണ്. വെച്ചൊന്ന് വെയിറ്റ് നോക്കട്ടെ കൊണ്ട് കയറിയാണ്. കയറി മെല്ലെ മെല്ലെ കുറഞ്ഞു. അത് കുഴപ്പമില്ല, വേരിയേഷൻ ഉണ്ടാവും. ഗൈസ് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പുറത്ത് ക്യാൻറ്റീൻ ക്ലോസ് ചെയ്ത് ഹോസ്പിറ്റലിൽ.
തൊട്ട് ഇവിടെ വന്നുട്ടാ. അതുകൊണ്ട് ഗൈസ് രാത്രി കൊടുത്താണ്ട് ഫുള്ള് മഞ്ഞും കാര്യങ്ങളും നല്ല തണുപ്പും ഉണ്ട്. നമ്മളവിടെ വെച്ച് തണുപ്പ് കൂടുതലുണ്ടോ ഡൗട്ട്. അതൊരു തട്ടേട ഉണ്ടോ അവിടെ കയറിയിട്ട് ദോശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുട്ടാ. അപ്പോൾ പാർസൽ പറഞ്ഞു. പാർസലാവണമെങ്കിൽ മുമ്പ് ഞങ്ങളൊരു ഓംലെറ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പാർസലാവുമല്ലോ. അപ്പം അങ്ങനെ ഇതാ ഓംലെറ്റും അതുപോലെ തന്നെ ദോശകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമാണ് റൂമിലാക്കി ആവശ്യം. അതേപോലെ തന്നെയാണ് പെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പോയി പെട്ടെന്ന് കഴിക്കും. ഇനിയിപ്പോൾ ഇടയിൽ നല്ല പെയിൻ വരും എന്താണെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നതിൻ്റെ ആവശ്യം കുറച്ച് കുഴപ്പമില്ല. കാരണം ഞാൻ തന്നെ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് ബോഡി മൊത്തം ടയേർഡാവും ഫുഡ് പോയില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ജ്യൂസും മേടിച്ചു. കുറച്ച് അപ്പോഴൊരു ജ്യൂസ് വേണം പറഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 11 സംതിങ് ആയിട്ടാ. 12 മണിക്ക് നമുക്ക് ഒന്നുകൂടെ പോകണം മറ്റേ CTG എടുക്കാൻ വേണ്ടിയിട്ട്. വിളിച്ചോട്ടെ ഏട്ടാ. ഉറങ്ങാൻ പറ്റില്ല അല്ലേ ഗൈസ്? രാത്രി 12:30 എല്ലാവരും ഉറങ്ങാണ്. ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുക. CT ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ വാക്കിങ് കൊടുത്തു, വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡോക്ടറുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ, ഒരാളുണ്ട്. ഇപ്പോൾ ബുദ്ധിമുട്ട് കുറച്ചുകൂടെ നേരത്തെ വെച്ച് കൂടുതലാണ്. ഉറക്കം പിന്നെ അതിനിടയിൽ കൂടെ ഉറക്കം വരില്ല. ഇതുപോലെ കണ്ടിന്യൂ വാക്ക് ചെയ്യുക. ഇടയിൽ ഇനിയിപ്പോൾ പെയിൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ കമ്പിയിൽ പിടിച്ചിട്ട് സൈഡ് ടു സൈഡ് ഹിപ്പ് ആക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പ്രസ്സും ചെയ്ത് കൊടുക്കണം ആഴ്ചക്ക് റിലാക്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അടുപ്പിച്ച് കണ്ടിന്യൂ കുറച്ച് പെയിൻ വന്നു. ഇപ്പോൾ ഇത് അടുപ്പിച്ച് 2 പ്രാവശ്യം നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അതെ ഗൈസ്, സമയം 1:54. ഇതാ ഇവിടെ 2 അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസ് ഇട്ടുട്ട് ഇടയിൽ എന്താണ് കുട്ടീൻ്റെ ബ്രീത്തിങ് വായിച്ച് പെയിൻ വരുമ്പോൾ കുറച്ച് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഗ്ലൂക്കോസ് ഇട്ടതാ. മൊത്തത്തിൽ വായിച്ചിൻ്റെ ഇത് പോയി തളർന്നു. അല്ല വായിച്ചും കുറച്ച് നന്നായിട്ടുണ്ടാവും, കുട്ടിയും കുറച്ച് ഓക്കെ ആയിരിക്കും ഗ്ലൂക്കോസ് കയറ്റിയാൽ. എന്ത് അതായത് രണ്ടാമത്തെ എല്ലാവരും ഈസി പറയില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ചോദിക്കുന്നത്. 2 മണിയായി ഗൈസ്. വായിച്ചിങ്ങനെ ഉറങ്ങാനും പറ്റില്ല. ഉറങ്ങി കണ്ണടച്ചോ? ഞാൻ പിന്നെ എന്ത് ചെയ്യാം ഗൈസ്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, നല്ല ടയർഡുണ്ട്. ആവശ്യം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങി, എന്നാലും നല്ല ടയർഡുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അവിടെ വരുമ്പോൾ. പക്ഷെ ഒന്നിനും പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നം കുറച്ചൊന്ന് ഇടയ്ക്ക് എണിച്ച് മുഖം കഴുകി അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കിടക്ക അങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. കിടക്ക ടൈമുണ്ട്. വെച്ച് പഠിക്കണം. എൻ്റെ അടുത്ത് കിടന്നോ പറയുന്നത്. കിടക്കാം. എനിക്ക് അവിടെ പോയി കിടന്നിട്ടൊരു സമാധാനം കിട്ടില്ല. പിന്നെ ഞാൻ ഉറക്കത്തിൽപ്പെട്ട പിന്നെ ആരെങ്കിലും വിളിച്ചാലും ഞാൻ എനിക്കില്ല. അത് വേറൊരു കാര്യം. പിന്നെ ചിങ്കിടും ഉറങ്ങിയിട്ട് ഞങ്ങൾ പുറത്ത് മറ്റേ വാക്ക് ചെയ്യാൻ പോയ സമയത്ത് അമ്മ പുറത്ത് മറ്റേ റൂമിൻ്റെ പുറത്ത് ചിങ്കിടിനെ തട്ടിയിട്ട് ഉറക്കി വിളിച്ചിട്ട് നിന്നിട്ട് ചിങ്കിടും ഉറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സമാധാനമല്ലോ. പാവം കുട്ടി എന്തോ പോലെ നിന്നാലും വേറെ വഴിയില്ലല്ലോ ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, കുട്ടി ഉറങ്ങി. ഇനിയിപ്പോൾ അവരും കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ അമ്മേൻ്റെ അടുത്തൊക്കെ. അയച്ചി ഉറങ്ങിക്കോ, ഉറങ്ങും ഗൈസ്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നലെയല്ലോ ഇന്നലെ വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഇതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഇതാ രാവിലെ 7:30 കഴിഞ്ഞു. ഇതുവരെയായിട്ട് ആവശ്യം ചെറിയ ഇതായിട്ട് വിട്ട് പെയിൻ വരും. പക്ഷെ നല്ല ഹെവി ആയിട്ടുള്ള പെയിൻ ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ. അത് മെയിനായിട്ട് അതാണ് വരുന്നത്. അത് വരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോയിട്ട് PV ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് വാച്ച് ചെയ്യാൻ നല്ല വിശപ്പുണ്ട്. ഫസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ പറഞ്ഞു. PV ചെക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ആ സമയത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് ബുദ്ധിമുട്ടൊന്നും കണ്ടിരിക്കും. കയറ്. വീണ്ടും ലേബർ വാർഡ് ഗൈസ്.
ഗൈസ് ഞാൻ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നിട്ടാ. അവിടെ വാങ്ങിച്ച് പി വി ഞങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് ഇപ്രാവശ്യം വലിയ പെയിനും കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓപ്പണായ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, പോയിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ജെല്ലി പോലത്തെ സാധനം, നമുക്ക് ഇന്നലെ ടാബ്ലറ്റ് വെച്ചിരുന്നത് ജെല്ലി പോലത്തെ സാധനമാണ് പെയിൻ വരാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ അതവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഫുഡ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വായിച്ച് കുറച്ച് പെയിൻ ആകുന്ന സമയത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേസ്. ഫുഡ് മേടിച്ചിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്ലേറ്റ് കൊടുത്തു, ഫ്ലാസ്ക് കൊടുത്തു, പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ തരും. ഇനി അതും മേടിച്ചിട്ട് നേരെ അവിടെ വായിച്ച് ഫുഡ് കൊടുക്കും. ഇപ്പോൾ അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. ജെല്ലി വെച്ചതുകൊണ്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്താണ് അവസ്ഥ എന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ എത്ര ഓപ്പണായിന്നും അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. കേസ് ഞാൻ ഫുഡ് മേടിച്ച് വന്നു. അപ്പോഴേക്കും വായിച്ചതാ പെയിന്, ആ ജെല്ലി വെച്ചതിൻ്റെ ഒരു മാതിരി പെയിന് സഹിക്കാൻ പറ്റാത്തപ്പോഴത്ത്. മറ്റേ പെയിനല്ല, ജെല്ലി വെച്ചതിൻ്റെ ഒരു ഇറിറ്റേഷൻ വെച്ചിട്ട് ബാത്റൂം പോണ പോലെയൊക്കെ ഫീൽ ചെയ്യുക. പക്ഷെ അത് ഉണ്ടാവും പറഞ്ഞവർ. പക്ഷെ പെയിനും വരുന്നുണ്ട് കുറച്ച്. വെള്ളം വേണ